നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ ആപ്പ കേസൊന്നും അല്ല, നല്ല ഒന്നാം തരം ഒരു കൊലപാതക കേസ്. എടാ സിദ്ധു, നീ ചുമ്മാ ഇങ്ങേര് പറയുന്ന ഏടാകൂടത്തിലൊന്നും പോയി ചാടിയേക്കല്ലേ? അല്ല, അളിയൻ പറയട്ടെ ചേച്ചി. റിപ്പർ ജബ്ബാർ എന്നാണ് പ്രതിയുടെ പേര്. സദാ തർക്കുത്തരം പറയുന്ന ഭാര്യയെ തലക്കടിച്ചു കൊന്ന വീരൻ. ആ വീരന് വേണ്ടി വാദിക്കണോളിയാ, രക്ഷപ്പെടുത്തി പുറത്തിറക്കണം. അത്തരം മികച്ച ഭർത്താക്കന്മാരെ ഈ നാടിന് ആവശ്യമാണ്. ഓ, ഒരു മികച്ച ഭർത്താവ്. മിക്കവാറും ഇവിടെ നേരെ മറിച്ചായിരിക്കും സംഭവിക്കുക. അപ്പൊ വാ. തൽക്കാലം സൂര്യ കോമഡി കാണാം, അതാവുമ്പോൾ ചിരിക്കാനുണ്ടാവും. മനോഹരേട്ടാ, അമ്മയുടെ നിത്യയുടെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് വിറച്ചു വന്നതാ. പക്ഷെ ഉച്ചത്തിലൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവൻ നമ്മുടെ കൈയും കാലും നാക്കം കെട്ടിയിട്ടിരിക്കുമല്ലേ, നമ്മുടെ മോളെ മുമ്പിൽ നിർത്തിക്കൊണ്ട്. എന്തായാലും ആ പണത്തിന്റെയും പണ്ടത്തിന്റെയും കാര്യം പറഞ്ഞത് നന്നായി. അങ്ങനെ വായിൽ വെള്ളം ഒഴിച്ച് മിണ്ടാതിരിക്കാൻ പറ്റൂ? അവന്റെ ഒരു പതർച്ച മനോഹരേട്ടൻ കണ്ടില്ലായിരുന്നോ? എന്ത് പതർച്ച? അവൻ പിടിച്ചു നിന്ന് നീ കണ്ടില്ലേ? ഗേറ്റഡ് വില്ല, പിന്നെ തറയെ വിരിക്കാൻ രാജസ്ഥാനിന്ന് ടൈൽസ്, മാർബിൾ. എന്തെയും പാർവതി, നമ്മളാ എങ്ങനെ ഈ ബാധ ഒഴിവാക്കും? പണവും സ്വർണവും അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ മോളെക്കുറിച്ച് ഓർത്ത് സങ്കടമുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവനെ കൊന്നിട്ടും ഞാൻ ജയിലിൽ പോയേനെ. അരുതാത്തതൊന്നും ചിന്തിക്കണ്ടാട്ടോ. ദൈവമായിട്ട് ഒരു വഴി കണ്ടെത്തും. നമ്മുടെ മോൻ പോയെങ്കിലും ദൈവമായിട്ട് ദൈവിക മോളെ ഇവിടെ നിർത്തിയത്. അതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അവന്റെ ചതിക്കുഴിയിൽ വീണു പോയേനെ. ഇനി ഇതിലും വലിയ ചതിക്കുഴി ഏതാ? പണം പോയി, സ്വർണം പോയി, മാനം പോയി, മകളും പോയി. നിത്യ അവന്റെ കള്ളത്തരം തിരിച്ചറിയത്തോടത്തോളം കാലം അവൻ ജയിച്ചോണ്ടിരിക്കും. അതെ, അതിനൊരു പോംവഴി ആലോചിക്കേണ്ടത്. ഞാൻ ദേവിക മോളോട് സംസാരിച്ചതും അതാ. നിത്യയുടെ കണ്ണുകൊണ്ട് തന്നെ അവന്റെ കള്ളത്തരം കാണണം. അവള് വിശ്വസിക്കണം. അല്ലെങ്കിൽ അവന്റെ പഞ്ചാര വർത്തമാനത്തിൽ അവളെ വീണ്ടും വീണ്ടും അവൻ പറഞ്ഞു പറ്റിക്കും. വഴിയുണ്ടാക്കണം. ഞാൻ ദേവിക മോളോടും ഡോക്ടർ നിരഞ്ജനോടും ഒന്ന് സംസാരിക്കട്ടെ. എന്തായാലും അവനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. എന്റെ വീട്ടിൽ കയറി താമസിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ വരച്ചവരെ നിർത്താൻ ശ്രമിക്കുന്നവൻ. അവനെ പേടിച്ച് ജീവിക്കേണ്ട കാര്യം എനിക്കില്ല. അതെ, എന്ത് വേണോന്ന് നമുക്ക് കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കും ഞാൻ. പാർവതി, ദേവിക മോളോടെ അവൾ ഇറങ്ങിയോ? ഇല്ല, അവൾ ആശുപത്രിയിലേക്ക് പോയി ഇറങ്ങുന്നതേ ഉള്ളൂ. എന്താ മനോരേട്ടാ? കാര്യമുണ്ട്. നീ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കും. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. ഞാൻ ഇറങ്ങി. ഒരു അരമണിക്കൂർ അപ്പൊ എത്തും. അത് ഞാൻ സെൻഡ് ചെയ്തേക്കാം. മോളെ, അച്ഛൻ തിരക്കിയായിരുന്നു. എന്താ അമ്മ കാര്യം? കാര്യമൊന്നും പറഞ്ഞില്ല. മോൾ അങ്ങോട്ട് ചെല്ലേ. അച്ഛനെന്നെ അന്വേഷിച്ചെന്ന് അമ്മ പറഞ്ഞു. മോളെ, ഞാനോട് മോളോട് ഹോസ്പിറ്റലിലേക്ക് വരുക. ഹോസ്പിറ്റലിലേക്കോ? എന്തു പറ്റി? എന്തെങ്കിലും വയ്യായ്ക ഉണ്ടോ? ഓ, ഇത് ഇങ്ങനെ ഒരു പൊട്ടി. വയ്യാഴി ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് നിരഞ്ജൻ ഡോക്ടറെ ഒന്ന് കാണണം. എന്തിനാ മനോഹരേട്ടാ? കാര്യങ്ങൾ ഒരുപാട് വച്ചു നീട്ടിയും വലിച്ചു നീട്ടിയും കൊണ്ടുപോകരുതെന്നാ. അങ്ങനെ ചെയ്യാതിരുന്നതാ എനിക്ക് പറ്റിയ അബദ്ധം. എന്റെ മോടെ കാര്യത്തിൽ പ്രത്യേകിച്ചു. ഞാൻ കുറച്ചു മുമ്പ് നിന്നോട് പറഞ്ഞില്ലേ, അഴിക്കേണ്ട കുരുക്കുകൾ എത്രയും പെട്ടെന്ന് അഴിക്കണം.
ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ നിരഞ്ജൻ ഡോക്ടറെ കൊണ്ട് കഴിയും. എന്ത് ചെയ്യണമെന്നറിയാതെ നടുക്കടലിൽപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ. തിരിച്ചു പിടിക്കാവുന്നൊക്കെ തിരിച്ചു പിടിക്കണം. അത് അഭിമാനമാണെങ്കിലും പണമാണെങ്കിലും. ആരുടെയെങ്കിലും സഹായമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്തായാലും അച്ഛൻ എന്റെ കൂടെ വാ. ഇനി എങ്ങനെ ഓരോ ചുവടും മുന്നോട്ട് വെക്കണമെന്ന് നിരഞ്ജൻ ഡോക്ടർ പറഞ്ഞു തരും. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആരുടെങ്കിലും വാക്ക് കേട്ട് മുൻപോട്ട് പോകുന്ന നല്ലത്. എന്നാ പിന്നെ ഞാനും കൂടി വരട്ടെ? എന്തിന്? കരയാനും കാല് പിടിക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനും ഒക്കെ ഇപ്പൊ ഞാനുണ്ടല്ലോ. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ദേവിക മോളുണ്ടല്ലോ, അത് മതി. എങ്കിൽ പിന്നെ സമയം കളയാതെ പോയിട്ട് വാ. മനോരേട്ടൻ പെട്ടെന്ന് വരില്ലേ? എനിക്ക് ആ ഫൈനാൻസിലൊന്ന് കയറണം പാർവതി. ആ പൈസ തന്നപ്പോഴേ ശശാങ്കൻ പറഞ്ഞതാ ഇത് ഒരുമാതിരി കുഴപ്പം പിടിച്ച പരിപാടിയാന്ന്. പെട്ടെന്ന് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ വാങ്ങിയത്. ദേ ശശാങ്കന്റെ 10 മിസ്ഡ് കോളാ ഫോണിൽ. ഇനി നേരിട്ട് തന്നെ കണ്ട് സംസാരിക്കണം. പിന്നെ ദേ ബ്ലേഡുകാരാ, അവർ വീട്ടിനകത്ത് വന്ന് കയറും. ശശാങ്കനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാ പിന്നെ പോവാൻ മോളെ. വാ. സാറേ, എങ്ങനെയെങ്കിലും അവനിൽ നിന്നൊരു രക്ഷ വേണം. അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മോടെ കൂടെ ഇങ്ങോട്ട് പോകുന്നത്. സുധീർ അച്ഛൻ പാനിക്കാവണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. അതല്ല ഡോക്ടർ, അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തന്ത്രങ്ങളും ആയുധങ്ങളും എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ആയുധങ്ങളുടെ പ്രഹരശേഷിയോ അല്ലേ? അതെ. സുധീർ അച്ഛൻ ഞാൻ പറയുന്നൊരു കാര്യം ചെയ്യൂ. സാറ് പറഞ്ഞു സാറേ. അയ്യോ, എന്നെ സാറെന്ന് വിളിക്കല്ലേ, നിരഞ്ജൻ എന്ന് വിളിച്ചാൽ മതി. സുധിയുടെ സ്ഥാനത്ത് കണ്ടാ മതി എന്നെ. ഒരു വിശദമായ പരാതി ശരത്തിനെതിരെ കോടതിക്ക് നൽകണം. അത് രഹസ്യമായിട്ട് മതി. കോടതി ഉടനടി ആക്ഷനൊന്നും എടുക്കാൻ പോകുന്നില്ല. അത് നമ്മുടെ പ്രിക്കോഷനാണ്. ജുഡീഷ്യറിയുടെ സർവേലൻസിൽ അവനെ വെക്കാനുള്ള നീക്കം. പാർവതിയായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാം. പിന്നെ ശരത്തുമായിട്ടുള്ള നിത്യയുടെ യാത്രകളിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തണം. ഞാൻ ശ്രമിക്കാഞ്ഞിട്ട് അവൾ അനുസരിക്കണ്ടേ? അനുസരിപ്പിക്കണം അച്ഛാ. അതെ. ഡിജിറ്റൽ തെളിവുകളല്ലേ അവന് നമുക്കെതിരെയുള്ള ആയുധം. അതേ തെളിവുകൾ അവനെതിരെയും വരും. ഇതുവരെ ഡോക്ടർ നിരഞ്ജന്റെ അമ്മയും അമ്മാവനും ഒക്കെ ആയിരുന്നു ഇടയ്ക്കിടെ ഹോസ്പിറ്റൽ വിസിറ്റേഴ്സ്. എന്നാൽ ഇപ്പോഴിതാ ദേവിക മാഡത്തിന്റെ അമ്മായച്ഛനും വന്നു തുടങ്ങിയിരിക്കുന്നു. അയാളുടെ മകനെ ചികിത്സിച്ച് ഇവിടെയല്ലേ, ഓർമ്മ പുതുക്കലിന് വന്നതാവും. അതിന് മകൻ ഓർമ്മയായി പോയില്ലേ? ഇത് അതൊന്നുമല്ല. പിന്നെ അമ്മായപ്പനും മരുമോളും കൂടി ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് ക്യാബിനിൽ പോയി അടക്കം പറയുന്നത് ഞാൻ കേട്ടതാ. എന്തോ രഹസ്യം. ഇനി മരുമോളെ കൈ പിടിച്ച് ഡോക്ടറിനെ ഏൽപ്പിക്കാനുള്ള വല്ല പദ്ധതിയോ ആണോ? സുനിതേ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മാഡത്തിന് ഇത്തിരി ദേഷ്യം തോന്നിയാലും സാരമില്ല. സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. ചിന്തിച്ചു നോക്കൂ.